മോദിയുടെ ഒരു വാക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയതാണ് ജാൻമണി പറയുന്നത്. ഈ ജാൻമണി ആരാന്നൊക്കെ നമുക്കറിയാമല്ലോ. അതിനു മുന്നേ തന്നെ നമുക്ക് നരേന്ദ്രമോദിയുടെ കോമഡി ആയിട്ട് തോന്നിയ വാക്ക് എന്താണെന്ന് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നരേന്ദ്രമോദിയുടെ ഒരു വാക്ക് എനിക്ക് നല്ല കോമഡി ആയിട്ട് തോന്നി. അച്ഛൻ മരിച്ചുപോയി 1947. നരേന്ദ്രമോദിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് 1950. ഫസ്റ്റ് അവന്റെ സ്വന്തം അച്ഛന് കണ്ടുപിടിക്കട്ടെ. ആ കോമഡി അല്ലേ? 3 വർഷം അമ്മ പ്രഗ്നന്റ് ഉണ്ടാവില്ലല്ലോ. കറക്റ്റ് അല്ലേ? ഞാൻ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കൂ. 3 വർഷം മുന്നേ അച്ഛൻ മരിച്ചു പോയിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് എന്റെ ജനിച്ച് പറഞ്ഞില്ലേ. പിന്നെ അമ്മക്ക് കാല് വാശിന്റെ വെള്ളം കുടിക്കണം. ഈ നാട്ടൻ കാണിക്കാൻ എന്റെ ആവശ്യം. ആൾക്ക് വിവരമില്ല. എന്നിട്ട് ഹായ് ഫ്രണ്ട്സ്, ആരാ കിളവന്റെ ഫ്രണ്ട്? രാത്രി വന്നിട്ട് ഹായ് ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ തമ്പാക്കു ഇങ്ങനെ അടിക്കുന്ന തമ്പാക്കു ഉണ്ടല്ലേ, ഇങ്ങനെ കയറുന്ന ആ തമ്പാക്കു അടിച്ചിട്ട് ഹായ് ഫ്രണ്ട്സ്. ആഗ്രഹം. ഈ കേരളത്തിലെ BJP പറ്റത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് ഇഷ്ടമില്ല. ഈ കേരളം നമ്മൾ എങ്ങനെ ഉണ്ടോ അങ്ങനെ മതി. കേട്ടല്ലോ, ജാൻമണി പറയുന്നത് 1947 മോദിയുടെ അച്ഛൻ മരിച്ചത്. 1950 മോദി ജനിച്ചത്. അപ്പോൾ മോദിക്ക് സ്വന്തം അച്ഛൻ ആരാണെന്ന് അറിയില്ല. അവൻ ആദ്യം പോയി അവന്റെ അച്ഛനെ കണ്ടുപിടിക്കട്ടെ എന്നാണ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി എന്ന് പറയുന്നത്. ആ നരേന്ദ്രമോദിനെ ഇത്രയും രൂക്ഷമായ ഭാഷകൾ ഉപയോഗിച്ചിട്ടാണ് ജാൻമണി എന്ന് പറയുന്ന ഒരു വ്യക്തി രൂക്ഷമായ ഭാഷയിൽ അപമാനിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന പദവിയെങ്കിലും ജാൻമണിക്ക് റെസ്പെക്ട് ചെയ്തൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മിനിമം വിവരമെങ്കിലും ജാൻമണിക്ക് ഉണ്ടോ എന്നാണ് ഇനി ചോദിക്കാനുള്ളത്. ജാൻമണി പറഞ്ഞ പച്ചക്കള്ളം 1947 നരേന്ദ്രമോദിയുടെ പിതാവ് മരിച്ചതെന്നാണ്. അതെവിടത്തെ ഏത് കണക്ക് നോക്കിയിട്ടാണ് ജാൻമണി പറഞ്ഞതെന്നാണ് ഇനി ജാൻമണി വ്യക്തമാക്കേണ്ടത്. 1989 നരേന്ദ്രമോദിയുടെ പിതാവ് മരണപ്പെടുന്നത്. അതിനുശേഷം അമ്മ മറ്റൊരു വിവാഹവും കഴിച്ചിട്ടില്ല, ആരെയും ആ സ്ഥാനത്ത് കണ്ടെത്തിയിട്ടുമില്ല. മകന് വേണ്ടി ജീവിക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്തരം ഒരു സ്ത്രീയെ കൂടിയാണ് മരിച്ചുപോയി. എന്നാലും മരിച്ചാലും മനുഷ്യനെ വെറുതെ വിടില്ല എന്ന് പറയുന്ന പോലെയാണ് ചില മനുഷ്യരുടെയൊക്കെ വൈകൃത മനസ്സ് പറയുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച ഇത്തരം സംഭവങ്ങൾക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കണം എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. അവൻ ആരെ എന്ത് വേണമെങ്കിലും റെപ്രസെന്റ് ചെയ്യാം, പക്ഷേ ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. എന്തും ആരോട് എപ്പോൾ വേണമെങ്കിലും പറയാനുള്ള അവകാശമുണ്ട്, റൈറ്റും ഉണ്ട് എന്ന് വച്ചിട്ട് വായിൽ തോന്നുന്ന വിളിക്കാൻ തോന്നുന്ന എല്ലാ പദങ്ങളും വിളിക്കാനുള്ളതല്ല ആ അവകാശം. ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന റൈറ്റും ആർക്ക് എന്ത് എപ്പോൾ ഏതൊരു വ്യക്തിയോട് വൈരാഗ്യം തോന്നിക്കഴിഞ്ഞാൽ വായിൽ തോന്നുന്ന വിളിച്ചു പറയാനുള്ള റൈറ്റ് അല്ല എന്ന് ജാൻമണി ഇപ്പോഴെങ്കിലും മനസ്സിലാക്കണം. ജാൻമണി ഇവിടെ കുറെ ആളുകൾ പൊക്കി പിടിച്ചുകൊണ്ട് നടന്നിരുന്നു. എന്തുകൊണ്ട്? CJP പ്രൊട്ടസ്റ്റിൽ പോയി പങ്കെടുത്തതിന്റെ ഒരൊറ്റ കാരണം കൊണ്ട് ജാൻമണി എല്ലാവരും പൊക്കി പിടിച്ച് നടന്നത്. പക്ഷെ ഇപ്പോഴും ജാൻമണിക്ക് ആ ഒരു പിന്തുണ കിട്ടുന്ന ആ ഒരു പിന്തുണയെ കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ജാൻമണി ഇപ്പോൾ ഇങ്ങനെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പറ്റി വളരെ മോശമായ രീതിയിൽ സംസാരിച്ചത്? അതോ ട്രാൻസ്ജെൻഡേഴ്സിനുള്ള ഒരു ബില്ല് പാസ്സാക്കാനായിട്ട് തുനിഞ്ഞതിന്റെ ഫലമായിട്ടാണോ നിങ്ങൾ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി ഉൾപ്പെടെ നരേന്ദ്രമോദിക്ക് എതിരായി നിൽക്കുന്നത്? നിങ്ങൾ തന്നെ പറയണം. കാരണം അതിലെ ഒരു ബില്ലിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങളുടെ വൈദ്യ പരിശോധന, അതായത് നിങ്ങളുടെ ലിംഗം തെളിയിക്കുന്നത് ഇനി മുതൽ നിങ്ങൾ സ്വയം പറഞ്ഞാൽ മാത്രമാവുകയില്ല. മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞാൽ മാത്രമേ, അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ ഒരു സ്ത്രീ ആണെങ്കിൽ പുരുഷൻ സ്ത്രീ ആവണമെങ്കിൽ സ്ത്രീ ആണെന്നും സ്ത്രീ പുരുഷനാണെങ്കിൽ പുരുഷനാണെന്നും അംഗീകരിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ട്രാൻസ്ജെൻഡേഴ്സിന് ഈ ഒരു ബില്ലിനോട് വളരെ വളരെ എതിർപ്പാണ്. കാരണം നമ്മൾക്ക് 2-3 മാസം മുമ്പ് നമ്മൾ കണ്ടതാണ് വളരെ ഘോരമായിട്ടുള്ള ശബ്ദം, അത് സമരങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത്തരം സമരങ്ങൾ ഇവിടെ ചെയ്യുമ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ രഞ്ജിനി ഹരിദാസോ അതേപോലെ മറ്റുള്ള സെലിബ്രിറ്റീസോ മറ്റ് ആക്ടിവിസ്റ്റുകളോ ഒന്നും നിങ്ങളുടെ കൂടെ നിന്നിട്ടില്ല. നിങ്ങൾ മാത്രമായിരുന്നു ഈ ഒരു സമരത്തിന് മുൻപിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നിങ്ങൾ പങ്കെടുത്ത CJP പാർട്ടിയുടെ പ്രൊട്ടസ്റ്റിൽ എത്ര പേരാണ് പങ്കെടുത്തത്? അവിടെ എന്തുകൊണ്ടാണ് അവിടെ ഈച്ച കൂടുന്ന പോലെ വന്ന് കൂടിയത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ജാൻമണി. കാരണം വെറും ഒരു ട്രാൻസ്ജെൻഡേഴ്സിന്റെ ബില്ല് പാസ്സാക്കി ഒരൊറ്റ കാരണത്തില് ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനെ ഇത്ര അറപ്പോടും വെറുപ്പോടും നോക്കി കാണുന്ന നിങ്ങളെപ്പോലുള്ള ദുഷിച്ച മനസ്സുള്ള വ്യക്തികളാണ് ഈ നാടിന്റെ ശാപമെന്ന് ഇന്ന് ഓരോരുത്തരും തിരിച്ചറിയുന്നുണ്ട്. കാരണം നമുക്ക് ഒരു വ്യക്തിയോട് എത്ര വേണമെങ്കിൽ ദേഷ്യമാകാം, വൈരാഗ്യമാകാം, പക്ഷെ അദ്ദേഹം ഭരിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന അദ്ദേഹത്തിന്റെ ആ പദവിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. ആ റെസ്പെക്ട് അതിര് വിട്ട് കഴിഞ്ഞാൽ ഈ ഇന്ത്യൻ ഭരണഘടനയിൽ നിയമങ്ങളുണ്ട്. ആ നിയമത്തിന്റെ പൂട്ടിട്ട് മനസ്സ് താഴിട്ട് ജാൻമണിനെ പൂട്ടാൻ അധികം വലിയ താമസമൊന്നും കേന്ദ്ര സർക്കാരിനില്ല. അതുകൂടി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു.